Today is a great day, the Teacher's Day. ഇന്ന് മഹത്തായ ഒരു സുദിനമാണ് അധ്യാപക ദിനം. Yes, Jesus loves the teachers. അതെ, യേശു അധ്യാപകരെ സ്നേഹിക്കുന്നു. He himself was a teacher. യേശു തന്നെ ഒരു A ഗുരുവായിരുന്നു. teacher who had compassion on all his flock. ഒരു അധ്യാപകനെ തന്റെ എല്ലാ കുട്ടികളോടും മനസ്സലിവുണ്ട്. A teacher who met the need of each person who came to him. തന്നെ സമീപിക്കുന്ന ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങൾ ഒരു അധ്യാപകൻ The നിറവേറ്റുന്നു. intellectuals came to him. ബുദ്ധിശാലികൾ അധ്യാപകരെ തേടി ചെല്ലുന്നു. Even the foolish came to him. അതുപോലെ വിഡ്ഢികളും Illiterates came to him. അക്ഷരാഭ്യാസമില്ലാത്തവരും Unbelievers came to him. അവിശ്വാസികളും Doubters came to him. സംശയാലുക്കളും. But he carried them all. എന്നാൽ ഒരു അധ്യാപകൻ എല്ലാവരെയും That വഹിക്കുന്നു. is the heart of a teacher. അതാകുന്നു ഒരു അധ്യാപകന്റെ ഹൃദയം. A teacher who hides his or her own burdens but brings life to their ഒരു students. അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക തങ്ങളുടെ ഭാരങ്ങളെല്ലാം മറച്ചുവെച്ച് തങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ജീവൻ പകർന്നു A നൽകുന്നു. teacher is also one who equips himself with the best of knowledge to give the best to the young students. യൗവനക്കാരായ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഉത്തമമായ അറിവ് പകർന്നു നൽകുന്നതിന് അധ്യാപകർ ശ്രേഷ്ഠമായ അറിവിനാൽ തങ്ങളെ തന്നെ A സജ്ജരാക്കുന്നു. teacher who lives a model life to bring righteousness into every student whom they serve. തങ്ങൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നീതിനിഷ്ഠമായ ജീവിതശൈലി പകർന്നു നൽകുന്നതിന് ഓരോ അധ്യാപകരും മാതൃകാ ജീവിതം നയിക്കുന്നു. So the Lord loves you, അതുകൊണ്ട് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. dear teacher. പ്രിയപ്പെട്ട അധ്യാപകരെ, Today I want to pray God's blessings upon you. ഇന്ന് ദൈവാനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കട്ടെ. The Lord says, കർത്താവ് പറയുന്നു, whatever you have sacrificed to care for the sheep for my sake, I will give you 100 times. എന്റെ നാമനിമിത്തം ഈ കുഞ്ഞാടുകളെ, അതായത് ഈ വിദ്യാർത്ഥികളെ പരിപാലിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്തെല്ലാം ത്യാഗം സഹിച്ചിരിക്കുന്നുവോ അതിന് പകരമായി ഞാൻ നിങ്ങൾക്ക് 100 മടങ്ങ് പ്രതിഫലം നൽകും. If you have sacrificed your time that you needed to spend with your children by caring for other children, I will give you 100 times of blessing for your children. നിങ്ങൾ വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് പകരമായി നിങ്ങളുടെ മക്കൾക്ക് 100 മടങ്ങ് അനുഗ്രഹങ്ങൾ പകർന്നു നൽകും. I know some teachers pay the fees of the poor children. ചില അധ്യാപകർ പാവപ്പെട്ട കുട്ടികളുടെ ഫീസ് അടച്ചു തീർക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. My grandfather used to do that. എന്റെ വലിയപ്പച്ചൻ ആ കാര്യം ചെയ്തിരുന്നു. Today God has blessed us ഇന്ന് ദൈവം ഞങ്ങളെ to അനുഗ്രഹിച്ചിരിക്കുന്നു. meet the needs of our life. ഞങ്ങളുടെ ജീവിതത്തിലെ സകല ആവശ്യങ്ങളും നിറവേറ്റുവാൻ തക്കവണ്ണം Surely God will give you 100 times. തീർച്ചയായും ദൈവം നിങ്ങൾക്ക് 100 മടങ്ങ് പ്രതിഫലം നൽകും. And you have been praying as a teacher for others. ഒരു അധ്യാപകൻ എന്ന നിലയിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി For പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. every student to be safe in their life and to prosper. ജീവിതത്തിൽ എല്ലാ വിദ്യാർത്ഥികളും സുരക്ഷിതരായിരിക്കുന്നതിനും സമൃദ്ധി പ്രാപിക്കുന്നതിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. So God will give you everything in double measure and return blessings to you. അതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് സകലതും ഇരട്ടിയായി നൽകും, അനുഗ്രഹങ്ങൾ തിരികെ നൽകും. Blessings will be returned to you. അനുഗ്രഹങ്ങൾ ദൈവം നിങ്ങൾക്ക് തിരിച്ചു നൽകും. Let me pray. ഞാൻ പ്രാർത്ഥിക്കട്ടെ. Father, പിതാവേ, fulfill this promise for your children. അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഈ വാഗ്ദത്തം നിറവേറ്റണം. Let them abound with blessings. അവർ അനുഗ്രഹങ്ങളാൽ വർദ്ധിച്ചു പെരുകട്ടെ. They are in your place as a ഒരു teacher. ടീച്ചർ എന്ന നിലയിൽ അവർ അങ്ങയുടെ സ്ഥാനത്ത് നിന്നാണ് പ്രവർത്തിക്കുന്നത്. They are in your അവർ place, അങ്ങയുടെ സ്ഥാനത്ത് നിൽക്കുന്നു. carrying the flock ആടുകളെ വഹിച്ചുകൊണ്ട് പരിപാലിച്ചുകൊണ്ട് and leading them to life. അവയെ ജീവിതത്തിലേക്ക് വഴി നടത്തിക്കൊണ്ട് Bless them അവരെ with അനുഗ്രഹിക്കണം. all these blessings that I ഞാൻ talked എന്തെല്ലാം about. അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ അതെല്ലാം അവർക്ക് Give them നൽകണമേ. good health. അവർക്ക് നല്ല ആരോഗ്യം നൽകണം. Encourage them. അവരെ ധൈര്യപ്പെടുത്തണം. Give them the promotions and the finances. അവർക്ക് പ്രൊമോഷനും സാമ്പത്തിക അനുഗ്രഹങ്ങളും നൽകണമേ. For their sake, bless their families. അവർക്ക് വേണ്ടി അവരുടെ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണം. Prosper them. അവരെ Let സമൃദ്ധീകരിക്കണം. their children stand first. അവരുടെ മക്കൾ എല്ലായ്പ്പോഴും ഒന്നാം സ്ഥാനം അലങ്കരിക്കട്ടെ. And all their students prosper. അവരുടെ വിദ്യാർത്ഥികൾ എല്ലാവരും സമൃദ്ധി പ്രാപിക്കട്ടെ. Continue to honor them. തുടർന്നും അവരെ മാനിക്കണമേ. Remove their personal sorrows, അവരുടെ Lord. വ്യക്തിപരമായ ദുഃഖങ്ങളെ പിഴുതെറിയണമേ. Give them joy in their heart to minister to the children. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ അവരുടെ ഹൃദയത്തിൽ അങ്ങ് സന്തോഷം പകർന്നു Let നൽകണമേ. everyone around them appreciate them and support them. അവർക്ക് ചുറ്റിലുമുള്ള എല്ലാവരും അവരെ അഭിനന്ദിക്കട്ടെ, അവരെ പിന്താങ്ങട്ടെ. Bless this teacher who joins with me in prayer. എന്നോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേർന്നിരിക്കുന്ന ഈ ടീച്ചറെ അനുഗ്രഹിക്കണമേ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ. Happy Teacher's Day. അധ്യാപക ദിനാശംസകൾ. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.